എല്ലാവർക്കും നമസ്കാരം. ഞാൻ അരുൺ തോമസ്, BJP കണ്ണൂർ ജില്ലാ സെക്രട്ടറി. നമുക്കറിയുന്ന ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷം. 2023 ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ പാരച്യൂട്ടിലും പാരാഗ്ലൈഡറിലും ആകാശമാർഗേന പറന്നിറങ്ങി അവിടെ സാബത്ത് ആചരിച്ചുകൊണ്ടിരുന്ന ദിവസം. സാബത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രായേലിൽ എല്ലാവരും അന്നത്തെ ദിവസം അവരുടെ കുടുംബങ്ങളുമായി ആഘോഷങ്ങളിലും അതുപോലെ തന്നെ സൽക്കാരത്തിലും പങ്കെടുക്കുന്ന ദിവസം. അന്നത്തെ ദിവസം എല്ലാവരും അവിടുത്തെ പട്ടാളക്കാരടക്കം സർവ്വ ആളുകളും സാബത്ത് ആചരിക്കുന്ന ദിവസം അവിടെ കൂട്ടക്കൊല നടത്തി സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും ബന്ദികളാക്കുകയും അതുപോലെ തന്നെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും അതുപോലെ തന്നെ കുട്ടികളെ നിഷ്കരുണം വധിച്ചും അവർ തുടക്കം കുറിച്ചതായിരുന്നു ഒക്ടോബർ 7-ാം തീയതി ഇന്ന് കാണുന്ന ഈ ഗസ അതുപോലെ തന്നെ ഇസ്രായേൽ സംഘർഷം. നമുക്കറിയാം, നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇന്ന് ഇസ്രായേൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ചുറ്റും ഇസ്ലാമിക രാജ്യങ്ങളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ പൗരന്മാരെ ഹമാസ് എന്ന് പറയുന്ന സംഘടന ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ്. ബന്ദികളാക്കപ്പെട്ട ആ പൗരന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ ഇസ്രായേൽ ഭരണകൂടവും പ്രതിജ്ഞാബദ്ധരായി തങ്ങളുടെ പൗരന്മാരെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള നൈജീരിയയിൽ നിരവധി ക്രൈസ്തവരാണ് ഓരോ ദിവസവും ബൊക്കോ ഹറാം എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ പേരിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിഷ്കരണം അവിടെ ക്രൈസ്തവരെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സമാന സംഭവമാണ് കോങ്കോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടിരുന്നു, നാളെ മുതൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഗസ ഐക്യദാർഢ്യ സമ്മേളനം നടക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും ഗസ ഐക്യദാർഢ്യ സമ്മേളനം എന്ന് പറയുമ്പോൾ, പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും ഇസ്ലാമിക സംഘടനകളും മുഴുവൻ ഈ ഗസയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഹമാസിന് വേണ്ടിയും തെരുവിലിറങ്ങുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വന്തം പൗരന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഹമാസ് എന്ന് പറയുന്ന സംഘടന നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ പോരാളികളെന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആ ഹമാസ് ഈ ഇസ്രായേൽ ചെയ്യുന്ന നരനായാട്ട് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഗസ എന്ന് പറയുന്ന ആ പട്ടണത്തിൽ ഗസയിൽ കുടിവെള്ളവും അതുപോലെ തന്നെ വൈദ്യുതിയും മുഴുവൻ എത്തിച്ചു കൊടുക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ ഇസ്രായേലിനെ തന്നെ, അതായത് അന്നവും ഭക്ഷണവും വെള്ളവും കൊടുക്കുന്ന ആ ഇസ്രായേലിനെ തന്നെ അവിടുത്തെ പൗരന്മാരെ നിഷ്കരണം വധിച്ച് അവരെ അശാന്തി സൃഷ്ടിക്കുന്ന ആ സാഹചര്യത്തിലാണ് ഇന്നത്തെ ഇസ്രായേൽ ഗസ സംഘർഷം, ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ തുടക്കം. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ബന്ദികൾ നിലവിൽ ഹമാസിന്റെ കൈവശമാണുള്ളത്. ആ ബന്ദികളെയും കുട്ടികളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും രക്ഷിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ദൗത്യമാണ്. പ്രത്യേകിച്ച് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ, ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൽ ഈ ഉത്തരവാദിത്വം നിശ്ചിതമാണ്. അതുപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കും, ഹമാസുമായിട്ട് മാത്രമല്ല ഇസ്രായേൽ നിലവിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ യമനിലെ ഹൂതികളുമായും ഹിസ്ബുള്ളയുമായും ഒരേ സമയം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ഇവരുടെ എല്ലാം ഒറ്റ ലക്ഷ്യം, ഇവരുടെ എല്ലാം പരമമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പരിപൂർണമായിട്ടുള്ള ജൂത ഉന്മൂലനവും അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന രാജ്യത്തെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. അതുകൊണ്ട് ഈ യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിച്ചു വരേണ്ടത് ഇസ്രായേലിലും അതുപോലെ ജൂതന്മാരുടെയും നിലനിൽപ്പിന്റെ തന്നെ ആവശ്യമാണ്.